മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സ്പേസ് ചാനലിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൈത്താക്കാലം 1-ാം ഞായറാഴ്ചയാണ്. പന്തക്കുസ്താ തിരുനാളോടുകൂടി ആരംഭിച്ച സ്ലീഹാകാലത്തിൽ നമ്മൾ വിചിന്തനം ചെയ്തതും ധ്യാനിച്ചതുമെല്ലാം തിരുസഭയിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളും തിരുസഭ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന സുവിശേഷ പ്രഘോഷണ ദൗത്യവും നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്ന തോമസ് അപ്പസ്തോലൻ്റെ മനോഭാവത്തോടെ ലോകത്തിൽ വചനത്തിന് നിർഭയം സാക്ഷ്യം നൽകി ഒരു ഗോതമ്പ് മണി പോലെ മണ്ണിൽ അഴുകിച്ചേരാനുള്ള ഓരോ ക്രൈസ്തവൻ്റെയും വിളിയും ദൗത്യവുമൊക്കെയാണ്. എന്നാൽ കൈത്താക്കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിളവെടുപ്പും ഫലശേഖരണവുമാണ്. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫലമായി ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നടപ്പെട്ട സഭാതരു വളർന്ന് പടർന്ന് പന്തലിച്ച് ഫലം പുറപ്പെടുവിച്ചതിനെ ഈ കാലഘട്ടം ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹമുള്ളവരെ, കൈത്താക്കാലം 1-ാം ഞായറാഴ്ചയായ ഇന്ന് തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായിട്ട് തന്നിരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളാണ്. ഒരു വിരുന്നിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് പ്രബോധനം നൽകുന്ന യേശുനാഥനെയാണ് ഇവിടെ നാം ദർശിക്കുന്നത്. 2 കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോനാഥൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമതായി, ക്ഷണിക്കപ്പെട്ടവർ വേദിയിലെ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ട് ജീവിതത്തിൽ എളിമയുടെ ചൈതന്യം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവിടുന്ന് പഠിപ്പിക്കുന്നു. അവിടുന്ന് പറയുന്നു, തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. യഥാർത്ഥത്തിൽ പഴയ നിയമ പ്രബോധനങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു ആഹ്വാനമാണിത്. ജോബിൻ്റെ പുസ്തകത്തിൽ 22-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവം അഹങ്കാരികളെ താഴ്ത്തുകയും എളിയവനെ രക്ഷിക്കുകയും ചെയ്യും. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്: നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കൂടാതെ പരിശുദ്ധ മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിലും അഹങ്കാരികളെ ചിതറിച്ച് എളിയവരെ ഉയർത്തുന്ന ദൈവത്തെപ്പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലാണല്ലോ നമുക്ക് നൽകപ്പെടുന്നത്. വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഇതുതന്നെയാണ്: നിനക്ക് കയറുവാൻ ആഗ്രഹമുണ്ടോ, ഇറങ്ങിക്കൊണ്ട് ആരംഭിക്കുക. വളരും തോറും വേരുകൾ ഭൂമിക്കടിയിലേക്ക് 10 മടങ്ങ് ഇറക്കി നിലയുറപ്പിക്കുന്ന വൃക്ഷങ്ങൾ പോലും താഴ്മയുടെ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പുകഴ്ചയും ബഹുമതിയും നമ്മെ വാനോളം ഉയർത്തുമ്പോൾ എളിമയുടെ വേരുകൾക്ക് വളർച്ച മുരടിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 18-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. പ്രതീക്ഷകൾക്ക് ഭംഗം വരാത്ത ഒരിടം നമുക്കായി ദൈവം മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് വിശ്വസിച്ച് ജീവിക്കാൻ, വിനീതരായി ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ മറ്റുള്ളവരുടെ മുൻപിൽ പരിഹാസിതരാകാതെ ബഹുമാനം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുമെന്ന സത്യം നമ്മെ നയിക്കട്ടെ. രണ്ടാമതായി, പകരം നൽകാൻ ഒന്നുമില്ലാത്തവരെ പരിഗണിക്കുക എന്ന സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത്. യഹൂദരുടെ സദ്യകളിലും അത്താഴ വിരുന്നിലും അതിഥികൾ എന്നും അവരുടെ നിലവാരത്തിന് ചേർന്നവരായിരുന്നു. അത്തരക്കാരെ മാത്രമേ അവർ വിരുന്നിനെ ക്ഷണിച്ചിരുന്നുള്ളൂ. വിരുന്നിനെ ക്ഷണിച്ചു വരുന്ന വ്യക്തികളെക്കുറിച്ച് യഹൂദ നിയമം നൽകുന്ന ശാസനം ഇപ്രകാരമാണ്: അശുദ്ധരായവർ ആരും വിരുന്നിൽ പ്രവേശിക്കരുത്. ശാരീരിക വൈകല്യമുള്ളവരും തളർവാദമുള്ളവരും കൈകാലുകൾ ശോഷിച്ചവരും അന്ധരും ചെകിടരും മൂകരുമായ വ്യക്തികൾ ആരും വിരുന്നുശാലയിൽ എത്തരുത്. ഇത്തരത്തിൽ ആരെങ്കിലും വിരുന്നുശാലയിൽ എത്തിയാൽ മാന്യരായ അതിഥികൾ വിരുന്നിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്തിരുന്നത്. ചുരുക്കത്തിൽ സമൂഹത്തിലെ ഉന്നതരെ പ്രീണിപ്പിക്കുന്ന സദ്യകളായിരുന്നു യഹൂദരുടെ വിരുന്നുകൾ. വിരുന്നുകൾ എന്നും നമ്മുടെ മനോഭാവങ്ങളെയാണ് വിളിച്ചറിയിക്കുന്നത്. നമ്മുടെ വിരുന്നുകൾ ആഡംബരത്തിൻ്റെ പ്രഘോഷണ വേദികളാണ് എന്നതിൽ സംശയമില്ല. ആഡംബരങ്ങൾ അതിരുകടക്കുമ്പോൾ അതിരുകൾക്കപ്പുറം ചിലർ അവഗണിക്കപ്പെട്ടു എന്നതാണ് സത്യം. മാറ്റി നിർത്തപ്പെട്ടവരെ കൂടി പരിഗണിക്കാനുള്ള ഹൃദയവിശാലത നമുക്ക് ഉണ്ടാകട്ടെ. എന്തെന്നാൽ അവർക്ക് പകരം തരാൻ ഒന്നുമില്ല. അവർക്ക് വേണ്ടി നമുക്ക് പ്രതിഫലം നൽകുക കർത്താവായിരിക്കും. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ അവിടുത്തെ വലതുഭാഗത്ത് നാം ഉപവിഷ്ടരാകും. എന്തെന്നാൽ വചനം പറയുന്നു: എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അതിനാൽ എളിമയോടെ ജീവിക്കാനും എളിയവരെ പരിഗണിക്കാനും നമുക്ക് സാധിക്കട്ടെ. ആമേൻ.